നമസ്കാരം. ഏവർക്കും ചോക്ക് ഡ്രീംസിലേക്ക് സ്വാഗതം. കേടെറ്റ് ഡിസംബർ 2025 പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പരീക്ഷാ ഭവൻ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണല്ലോ. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ സമയമാണിത്. കാരണം പ്രസിദ്ധീകരിച്ചിട്ടുള്ള താൽക്കാലിക ഉത്തരസൂചികയിൽ ചില തെറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കാറ്റഗറി 1 മാത്തമാറ്റിക്സ് വിഭാഗത്തിൽ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തെറ്റായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഓരോ മാർക്കും അധ്യാപക യോഗ്യത നേടുന്നതിൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ടുതന്നെ ഈ പിശകുകൾ കൃത്യസമയത്ത് പരീക്ഷാഭവനെ അറിയിക്കേണ്ടതുണ്ട്. പരാതികൾ സമർപ്പിക്കാനുള്ള ഔദ്യോഗിക അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ പരാതി ഫോം എങ്ങനെ തെറ്റുകൂടാതെ പൂരിപ്പിക്കാമെന്നും മാത്തമാറ്റിക്സിലെ തെറ്റായ ചോദ്യങ്ങൾക്ക് എങ്ങനെ ഗണിതക്രിയകൾ സഹിതം തെളിവുകൾ നൽകാമെന്നും നമുക്ക് വിശദമായി നോക്കാം. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. പരാതി സമർപ്പിക്കേണ്ട തീയതിയും നിബന്ധനകളും. പരാതികൾ സമർപ്പിക്കുന്നതിനു മുൻപായി പരീക്ഷാഭവൻ നൽകിയിട്ടുള്ള കർശനമായ നിർദ്ദേശങ്ങൾ നാം അറിഞ്ഞിരിക്കണം. 2026 മാർച്ച് 18 ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുൻപായി പരാതികൾ പരീക്ഷാഭവനിൽ ലഭിച്ചിരിക്കണം. ഇതിനുശേഷം ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല. നേരിട്ടോ തപാൽ മാർഗമോ പരാതികൾ നൽകാം. വിലാസം: സെക്രട്ടറി, പരീക്ഷാഭവൻ, പൂജപ്പുര, തിരുവനന്തപുരം 12. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ കാറ്റഗറിക്കും ഓരോ പാർട്ടുകൾക്കും പ്രത്യേകം ഫോർമാറ്റ് ഷീറ്റുകൾ തന്നെ ഉപയോഗിക്കണം എന്നതാണ്. ഉദാഹരണത്തിന്, കാറ്റഗറി 1ലെ മാത്തമാറ്റിക്സിനും എൻവയോൺമെന്റൽ സ്റ്റഡീസിനും പരാതിയുണ്ടെങ്കിൽ അവ രണ്ടും 2 ഷീറ്റുകളിലായി വേണം സമർപ്പിക്കാൻ. പരാതി ഫോം പൂരിപ്പിക്കേണ്ട രീതി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പരീക്ഷാഭവൻ നൽകിയിട്ടുള്ള മാതൃകാ ഫോറമാണ്. ഇതെങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം. ആദ്യമായി നെയിം ഓഫ് കാറ്റഗറി എന്ന കോളത്തിൽ കാറ്റഗറി 1 എന്ന് രേഖപ്പെടുത്തുക. പാർട്ട് ആൻഡ് സബ്ജക്റ്റ് എന്നതിൽ പാർട്ട് 1 മാത്തമാറ്റിക്സ് എന്ന് നൽകുക. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന ഭാഗത്ത് നിങ്ങളുടെ കൈവശമുള്ള ചോദ്യപേപ്പർ കോഡ് എഴുതുക. സെറ്റ് കോഡ് എന്നതിൽ നിങ്ങളുടെ സെറ്റ് ഏതാണോ അത് രേഖപ്പെടുത്തുക. നമ്മളിവിടെ ഉദാഹരണമായി പരിശോധിക്കുന്നത് സെറ്റ് എ ആണ്. തുടർന്നുള്ള പട്ടികയിൽ ചോദ്യം നമ്പറും പ്രൊവിഷണൽ കീയിലെ ഉത്തരവും നിങ്ങൾ പറയുന്ന ശരിയായ ഉത്തരവും കൃത്യമായി രേഖപ്പെടുത്തണം. മാത്തമാറ്റിക്സ് പിശകുകൾ വിശദീകരണം. ഇനി നമുക്ക് മാത്തമാറ്റിക്സിലെ 3 ചോദ്യങ്ങളിലെ പിശകുകൾ പരിശോധിക്കാം. പരാതിയോടൊപ്പം നൽകാൻ ഒരു വെള്ളക്കടലാസിൽ ഇവയുടെ ഘട്ടങ്ങൾ താഴെ പറയുന്ന രീതിയിൽ തയ്യാറാക്കാം. ചോദ്യം നമ്പർ 50. ചോദ്യം ഇതായിരുന്നു: 30ന്റെ 40%ന്റെയും 40ന്റെ 30%ന്റെയും തുക 60ന്റെ എത്ര ശതമാനമാണ്? ഇതിന്റെ ഗണിതക്രിയ നോക്കാം. ആദ്യമായി 30ന്റെ 40% കാണുക. അതായത് 30 ഗുണം 40 ഹരിക്കണം 100. ഉത്തരം 12 എന്ന് ലഭിക്കും. അടുത്തതായി 40ന്റെ 30% കാണുക. അതായത് 40 ഗുണം 30 ഹരിക്കണം 100. ഇതും 12 തന്നെയാണ്. ഇനി ഇവയുടെ തുക കാണാം. 12 അധികം 12 സമം 24. 60ന്റെ എത്ര ശതമാനമാണ് 24 എന്ന് കാണാൻ 24നെ 60 കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 40% എന്ന് ഉത്തരം ലഭിക്കും. എന്നാൽ പ്രൊവിഷണൽ കീയിൽ നൽകിയിരിക്കുന്ന ഉത്തരം എ 30 തെറ്റാണ്. ശരിയായ ഉത്തരം ബി 40 ആണ്. ചോദ്യം നമ്പർ 55. ചോദ്യം: 3x - 8 സമം 5x + 6 ആകുമ്പോൾ എക്സിന്റെ വില എത്ര? പരിഹാരരീതി: 3x - 8 സമം 5x + 6. ഇവിടെ x ഉള്ള പദങ്ങളെ ഒരു ഭാഗത്തേക്ക് മാറ്റുമ്പോൾ 3x - 5x സമം 6 + 8 എന്ന് വരുന്നു. അതായത് -2x സമം 14. ഇതിൽ നിന്നും x കാണാൻ 14നെ -2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഉത്തരം -7 എന്ന് ലഭിക്കും. ഇവിടെ പ്രൊവിഷണൽ കീയിൽ നൽകിയിരിക്കുന്ന ഉത്തരം എ 7 തെറ്റാണ്. ശരിയായ ഉത്തരം ബി -7 ആണ്. ചോദ്യം നമ്പർ 56. ചതുരത്തിനുള്ളിൽ വരച്ചിരിക്കുന്ന ത്രികോണത്തിന്റെ കോണുകൾ ഏതെല്ലാം? ഇതിന്റെ കണക്ക് നോക്കാം. നമുക്കറിയാം, ചതുരത്തിന്റെ ഒരു മൂല 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് ത്രികോണത്തിന്റെ ഉള്ളിലെ ഒന്നാമത്തെ കോൺ കാണാൻ 90ൽ നിന്ന് 40 കുറയ്ക്കുക. ഉത്തരം 50 ഡിഗ്രി. രണ്ടാമത്തെ കോൺ കാണാൻ 90ൽ നിന്ന് 28 കുറയ്ക്കുക. ഉത്തരം 62 ഡിഗ്രി. ത്രികോണത്തിലെ മൂന്നാമത്തെ കോൺ കാണാൻ 180ൽ നിന്ന് മറ്റു 2 കോണുകളുടെ തുക കുറയ്ക്കണം. അതായത് 180 - 50 അധികം 62. അതായത് 180 - 112 സമം 68 ഡിഗ്രി. അതിനാൽ ത്രികോണത്തിന്റെ കോണുകൾ 50, 62, 68 എന്നിവയാണ്. ഇവിടെ കീയിൽ നൽകിയിരിക്കുന്ന ഡി 50, 78, 52 തെറ്റാണ്. ശരിയായ ഉത്തരം ബി ആണ്.
തെളിവുകൾ ഹാജരാക്കേണ്ട രീതി. മാത്തമാറ്റിക്സ് കൂടാതെ സൈക്കോളജി, EVS തുടങ്ങിയ വിഷയങ്ങളിൽ പരാതിയുണ്ടെങ്കിൽ വെറും സ്റ്റെപ്പുകൾ മാത്രം നൽകിയാൽ പോരാ. അവ തെളിയിക്കാനായി ആധികാരികമായ രേഖകൾ അറ്റാച്ച് ചെയ്യണം. ഇതിനായി SCERT പാഠ്യപുസ്തകങ്ങൾ അല്ലെങ്കിൽ DLED ടെക്സ്റ്റ് ബുക്കുകൾ എന്നിവ ഉപയോഗിക്കാം. പരാതിപ്പെടുന്ന ഭാഗം ഏതു പുസ്തകത്തിലാണ്, അതിന്റെ പേജ് നമ്പർ എത്ര തുടങ്ങിയ വിവരങ്ങൾ ഫോറത്തിൽ കൃത്യമായി സൂചിപ്പിക്കണം. ഇത്തരം രേഖകളുടെ ഫോട്ടോ കോപ്പി പരാതിയോടൊപ്പം ഉള്ളടക്കം ചെയ്യാൻ ശ്രദ്ധിക്കുക. അധ്യാപക യോഗ്യത നേടാൻ പരിശ്രമിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ മാർക്കും വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ടുതന്നെ പ്രൊവിഷണൽ കീയിലെ ഇത്തരം പിശകുകൾ തിരുത്തി ലഭിക്കാൻ പരാതികൾ കൃത്യസമയത്ത് തന്നെ അയയ്ക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കേട്ടിട്ട് എഴുതിയ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കും ക്ലാസുകൾക്കുമായി ചോക്ക് ഡ്രീംസ് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.